വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ ഉറങ്ങുന്നതിന് മുൻപായി നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച്, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ വിശ്രമങ്ങൾക്ക് നമുക്ക് ആരംഭം കുറിക്കാം. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി, അത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറുത് എന്ന് നിൽക്കുന്നതിനെ പലപ്പോഴും അവഗണിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ അവഗണിക്കും. ഒരാളെ ചിരിച്ചു കാണിക്കുവാൻ നമ്മൾ മറക്കുന്നത്, ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ നമ്മൾ വിസ്മരിക്കുന്നത്, മറ്റുള്ളവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കാതിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ മനസ്സിൽ വരുന്ന ചെറിയ ചിന്തകളെ അത് തിന്മയിലേക്ക് നയിക്കുന്ന ചിന്തകളായിരിക്കാം, അതിനെ അവഗണിക്കാതിരിക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ ചെറിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും അവഗണിക്കുന്നുണ്ട്. പോലും വലിയ കാര്യങ്ങളിലാണ്. വലിയ വലിയ വീടുകൾ വയ്ക്കുവാൻ, അതോടൊപ്പം വാഹനങ്ങൾ മേടിക്കുവാൻ, വലിയ ജോലി കിട്ടുവാൻ, വിദേശത്ത് പോകുവാൻ, അങ്ങനെ വലിയ കാര്യങ്ങളിൽ മാത്രമാണ് എപ്പോഴും ശ്രദ്ധ വയ്ക്കുക. അങ്ങനെയല്ല, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ചെറുതായി നടക്കുന്ന പല കാര്യങ്ങൾ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതം മുതൽ രാത്രി വരെയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ 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 പുണ്യങ്ങൾ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു ഗാനം ആലപിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുവാൻ തമ്പുരാനെ ഈ ദിവസം കിടന്നുറങ്ങുവാനായിട്ട് പോകുമ്പോൾ അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും അങ്ങയെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുവാൻ കൃപ തരണമേ എന്ന് ഒരു ഗാനം ആലപിച്ച് പാടി പ്രാർത്ഥിക്കാം. നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ സ്നേഹിക്കേണ്ട തിരുവചനം ഇതാണ്.
വിശുദ്ധ പൗലോസ് കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: ദൃശ്യമായവയെല്ലാം അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. വചനം ഇതാണ്: ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൃശ്യമായി കിടക്കുന്ന കുറേ വസ്തുക്കൾ, വ്യക്തികൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും ജീവിക്കുന്നത്. ആ ഒരു ജീവിത രീതിയിൽ നിന്ന് നമ്മൾ മാറണം. ഒരു ആത്മീയ ജീവിത രീതി നമ്മൾ സ്വീകരിക്കണം. എന്താണ്? ദൃശ്യമായവയൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാതെ അദൃശ്യമായി നിൽക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളും സാഹചര്യങ്ങളും ലോകവുമുണ്ട്. ലോകം സ്വർഗമാണ്, വ്യക്തികൾ വിശുദ്ധരാണ്, മാലാഖമാരാണ്, ഈശോയാണ്, മാതാവാണ്, വിശുദ്ധ ഔസപിതാവാണ്, പിതാവായ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. അദൃശ്യങ്ങളായി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്, പുണ്യം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ. സ്നേഹം നിറഞ്ഞവരെ, അദൃശ്യമായവയെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നാളത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ സായാഹ്നം വരെ അദൃശ്യമായി നിൽക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതോടൊപ്പം അദൃശ്യനായി നമ്മുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മയെ, വിശുദ്ധ ഔസപിതാവിനെ, വിശുദ്ധരെ, കാവൽമാരായ ഈശോയെ ഒക്കെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്: അദൃശ്യനായി നമ്മുടെ കൂടെയുള്ള ഈശോനെ സ്നേഹിക്കുക, അദൃശ്യനായി നമ്മുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക, അദൃശ്യനായി നമ്മുടെ മുമ്പിലുള്ള സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി അതിനുള്ള പ്രവൃത്തികൾ ചെയ്യുക. അപ്പോൾ അദൃശ്യമായവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ